കർത്താവ് തന്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ നിന്ന് എന്നെ ചിന്തിപ്പിച്ച ആ ചിന്തകൾ നിങ്ങളുമായിട്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 1-2 വേദഭാഗങ്ങൾ നമുക്ക് ഒന്ന് വായിച്ച് കേൾക്കാം. നമുക്ക് ഏവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. ഇത് തോന്നുന്ന വിശ്വാസികൾക്ക് മാത്രമല്ല, അവിശ്വാസികൾക്കും ഈ പ്രാർത്ഥന നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഈ ആർസി സ്കൂളുകളൊക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണെങ്കിൽ അവർക്ക് എന്തറിയാം, ഈ പ്രാർത്ഥന അറിയാം. കർത്താവിന്റെ പ്രാർത്ഥനയെ മറ്റൊരു വേദഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിലും ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ അവിടുത്തെ ഓഡിയൻസും സ്ഥലവും വേറെയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയത് ഗലീലയിലാണ് സർവ്വ അവിടെ കർത്താവ് നടത്തിയ പ്രഭാഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കർത്താവ് തന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ്. ഇവിടെ ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ സംഭവം നടക്കുന്നത് ജുഡിയയിലാണ്. അവിടുത്തെ ഓഡിയൻസ് വ്യത്യസ്തമാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിന്റെ അടുക്കൽ ഈ ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്, ഞങ്ങളെ എന്ത് ചെയ്യണം? പ്രാർത്ഥന പഠിപ്പിക്കണം. കർത്താവിന്റെ പ്രാർത്ഥനയല്ല ഇത്, കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കർത്താവിന്റെ അടുക്കൽ ഇവർ വന്ന് ചോദിക്കുകയാണ്, ശിഷ്യന്മാർ വന്ന് ചോദിക്കുകയാണ്. ശിഷ്യന്മാർ എന്ന് പറഞ്ഞാൽ അവർ യഹൂദരാണ്. യഹൂദർക്ക് പ്രാർത്ഥന എന്ന് പറയുന്നത് പുതിയൊരു കാര്യമല്ല. അവർക്ക് രാവിലത്തെ പ്രാർത്ഥനയുണ്ട്, ഉച്ചയ്ക്കുള്ള പ്രാർത്ഥനയുണ്ട്, വൈകുന്നേരമുള്ള പ്രാർത്ഥനയുണ്ട്. അതുപോലെ അവരുടെ പ്രത്യേകമായ ഉത്സവങ്ങൾക്കൊക്കെ അവർ എന്ത് ചെയ്യാറുണ്ട്? പ്രാർത്ഥിക്കാറുണ്ട്. അപ്പൊ അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുള്ള ആളുകളാണ്. ഈ പ്രാർത്ഥന കണ്ടിട്ടും കേട്ടിട്ടും ചെയ്യുന്നവരുമാണ്. പക്ഷെ ഇവിടെ കർത്താവിന്റെ അടുക്കൽ വന്ന് ചോദിക്കുകയാണ്, നീ എന്ത് ചെയ്യണം? ഞങ്ങളെ പ്രാർത്ഥന. അവരെ ഇൻഫ്ലുവൻസ് ചെയ്തത് എന്താണ്? കർത്താവിന്റെ ആ പ്രാർത്ഥനയിൽ അവർ ഇൻഫ്ലുവൻസ് ചെയ്ത ഘടകം എന്താണ് എന്ന് നാം ചിന്തിച്ചാൽ അതിന്റെ ഉത്തരത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നാം വായിക്കുന്നത്, അവൻ ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇവിടെ പ്രാർത്ഥിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. രണ്ടാമത് മറ്റൊരു വ്യക്തിയെയും, പ്രാർത്ഥന ശീലമുള്ള മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണുന്നുണ്ട്. ആരാത്? യോഹന്നാൻ. അപ്പൊ ഈ ആളുകളുടെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷേ ഇവരെ ഈ കർത്താവിന്റെ പ്രാർത്ഥന അവരെ ഇൻഫ്ലുവൻസ് ചെയ്തു. മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. അപ്പൊ കർത്താവിന്റെ അടുക്കൽ വന്ന് പറയുകയാണ്, ടീച്ചേഴ്സ് കണക്റ്റഡ് വിത്ത് ഫാദർ ലൈക്ക് യു എന്ന് പറഞ്ഞാൽ, സ്വർഗീയ പിതാവിന് നീ കണക്ട് ആയിരിക്കുന്നത് പോലെ, റിലേഷൻ ഉള്ളത് പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. ഈ ശിഷ്യന്മാരുടെ ആഗ്രഹം അതാണ്. അവർ പല പ്രാർത്ഥനകൾ കണ്ടിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ഒരുപക്ഷെ ജൽപ്പനമായിരിക്കാം. ആ പ്രാർത്ഥനകൾ ഒരുപക്ഷെ ഒരു ചടങ്ങായി മാത്രം മാറിയിരിക്കാം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രാർത്ഥന, ആ പ്രാർത്ഥനയുടെ മൂല്യം, അതിന്റെ പ്രാധാന്യത എന്ന് പറയുന്നത് അത് സ്വർഗീയ പിതാവുമായിട്ട് കണക്ട് ചെയ്യുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ചടങ്ങായി മാറരുത്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ തലമുറകൾക്ക് നൽകുന്ന സന്ദേശം, മാതൃക എന്ന് പറയുന്നത് ആ കുടുംബത്തെ നയിക്കുന്ന ആ സൃഷ്ടാവായ ദൈവത്തിലേക്കുള്ള ഒരു കണക്ഷൻ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടായി. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, പല കുടുംബങ്ങളിലെ പ്രാർത്ഥന ജൽപ്പനമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ കഴിഞ്ഞ ദിവസം ഒരു ദൈവദാസന്റെ മകൻ വിളിച്ചിട്ട് പ്രകാരത്തിൽ പറഞ്ഞു, എൻ്റെ പപ്പയെ ഒന്ന് കൗൺസിൽ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താണ് നിന്റെ വിഷയം എന്താണ്? അവൻ പറഞ്ഞു, എൻ്റെ അപ്പ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ട് നാളുകളായി, എന്റെ പിതാവ് ദൈവവചനം വായിക്കുന്നത് കണ്ടിട്ട് നാളുകളായി, ഞായറാഴ്ച എന്തെല്ലാം പറയുന്നു ആളുകൾക്ക് മനസ്സിലാകുന്നില്ല. ഒരു കുഞ്ഞ് തന്റെ പിതാവിനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്, ഒരു ദൈവദാസനെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. കാരണം എന്താണ്? ഒരു ജൽപ്പനം മാത്രമാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ച് അദ്ദേഹവുമായി കുറച്ചു നേരം ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നിട്ട് ഞാൻ ചോദിച്ചു, സഹോദരൻ, ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാം. അത് വിളിച്ച കാര്യമൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, വാസ്തവമായി ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? വാസ്തവമായി ദൈവവചനം വായിച്ച് ധ്യാനിച്ചിട്ട് എത്ര നാളായി? അദ്ദേഹം ഒരു നിമിഷത്തെ മുഖത്ത് നോക്കി. പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണീർ ഒഴുകുന്നതാണ് കാണുന്നത്. അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സഹോദര, എനിക്ക് പറയുന്ന മടിയില്ല. കഴിഞ്ഞ 30 നാളുകളായി
ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന യാന്ത്രികമായി നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥമായ പ്രാർത്ഥന ജീവിതം നമ്മളെ നോക്കുന്ന, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ഇമിറ്റേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തലമുറകളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയണമെങ്കിൽ, കർത്താവ് തന്റെ ശിഷ്യന്മാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കാരണമായി തീർന്നത് ആ പ്രാർത്ഥനയുടെ ശക്തിയാണ്, ആ പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്, പിതാവുമായി കണക്ട് ചെയ്യുന്ന പ്രാർത്ഥന. ആ പ്രാർത്ഥനാ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കറിയാം, ശിഷ്യന്മാരെന്ന് യോഹന്നാൻ പഠിപ്പിച്ച പോലെ ഞങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ. പ്രാർത്ഥനാ ജീവിതം തലമുറകളിലേക്ക് പകരണമെങ്കിൽ, നമ്മുടെ സഭയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിലേക്ക് പകരണമെങ്കിൽ, ബാലസംഘത്തിന്റെ ലീഡേഴ്സിൽ നിന്ന് അടുത്ത തലമുറ പകരണമെങ്കിൽ നാം പ്രാർത്ഥനാശീലമുള്ളവരായി മാറേണ്ടത് ആവശ്യമാണ്. പിതാവുമായ ദൈവത്തോട് കണക്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനാശീലം. ഞാൻ അനേക രാത്രികളിൽ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒരു ഒറ്റമുറി വീടാണ് പണ്ടത്തെ വീടെന്ന് പറയുന്നത്. ഒരു സൈഡില് ഒരു കട്ടില്, ഇങ്ങേ സൈഡില് മറ്റൊരു കട്ടില്, നടുക്ക് വരാന്ത, നടുക്കൂടെ ഒരു പാസേജാണ്. രാത്രി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിക്കുന്നതാണ്. അവരുടെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്, ഞങ്ങൾ പിടിച്ചിരിക്കുന്ന ബൈബിൾ വെക്കുമ്പോൾ ആ ബൈബിൾ എടുക്കുവാൻ ഞങ്ങളുടെ മക്കളെ അങ്ങ് എഴുന്നേൽപ്പിക്കണമേ എന്നുള്ളതാണ്. ആ പ്രാർത്ഥനയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എനിക്ക് നൽകാൻ സാധിച്ചത്. അടുത്ത തലമുറയ്ക്ക് ഞാൻ പകർന്നു കൊടുക്കുന്ന ജീവിതം അത് തന്നെയാണ്. രഹസ്യമായ പ്രാർത്ഥനയുണ്ട്, പക്ഷെ എന്റെ കുഞ്ഞുങ്ങൾ കാണുകയും ഞാൻ പ്രാർത്ഥിക്കും. എന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കും, അപ്പയേക്കാൾ അമ്മയേക്കാൾ ഉന്നതനായ ഒരു വ്യക്തിയാണ് എന്നെ നയിക്കുന്നത്. ആ ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, ആ ദൈവമാണ് നമ്മെ നയിക്കേണ്ടത്. വളരെ ചെറുപ്പം മുതൽ ആ ജീവിതത്തെ അവർക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചു. എൻ്റെ ജ്യേഷ്ഠന്റെ മകന് ഒരു സൈക്കിള് വാങ്ങാനായിട്ടൊരു പൈസ കൊടുത്തു. അപ്പൊ ജ്യേഷ്ഠൻ വേഗം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഈ വയസ്സിന് എൻ്റെ മകന് ഒരു സൈക്കിൾ വാങ്ങുമ്പോൾ എന്ത് ചെയ്തു, അവനുള്ള സൈക്കിൾ മേടിച്ചോളാം. ഉടനെ ഇത് എല്ലാം കേൾക്കുന്നുണ്ട്, എൻ്റെ മകൻ കേൾക്കുന്നുണ്ട്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവൻ്റെ ചേട്ടൻ്റെ മകന് ആമോസിന് സൈക്കിൾ കിട്ടി, എനിക്ക് സൈക്കിൾ വേണം. അടുത്ത വാചകം വന്നിങ്ങനെയാണ് പറഞ്ഞത്, ഓ അപ്പയല്ലല്ലോ തരുന്നത്, ദൈവമാണല്ലോ തരുന്നത്. പിന്നീട് ഞാൻ പ്രവർത്തനത്തോട് ബന്ധിച്ച് ബോംബെയിൽ പോയി. അവിടെ പ്രവർത്തനത്തിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു എബ്രഹാം സംഘങ്ങളുടെ മകനാണ്. അപ്പൊ അവൻ പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ താമസിക്കുന്ന സ്ഥലത്തും കൂടെ വരണം. അങ്ങനെ അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി. അന്ന് രാത്രി അവൻ്റെ കൂടെ താമസിച്ചു. പിറ്റേ ദിവസം പോരാൻ നേരത്ത് അവൻ എൻ്റെ കയ്യിൽ ചെറിയൊരു പൈസ തന്നിട്ട് പറഞ്ഞു, ഇത് മക്കൾക്ക് എന്താണോ വാങ്ങേണ്ടത് അതെന്ത് ചെയ്യണം, വാങ്ങിക്കോ. ഞാൻ ആ കവർ എടുത്തപ്പോൾ ഇവൻ എത്ര രൂപയാണോ സൈക്കിൾ വാങ്ങാൻ വേണ്ടത് ആ പൈസ അതിൻ്റെ ഉള്ളിൽ ഞാൻ അവിടെ നിന്ന് അവനെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നിനക്ക് സ്വർഗീയ പിതാവ് തരുന്നല്ലേ പറഞ്ഞേ, നിനക്കോ സൈക്കിള് വാങ്ങാൻ തരാനുള്ള പൈസ. അവൻ സൈക്കിൾ വേണമെന്നുള്ളത് റോഡിക്ക് അറിയത്തില്ല, ഞങ്ങൾ സംസാരത്തിൽ വന്നിട്ടില്ല. പക്ഷേ ദൈവം നൽകി. അവൻ അതുകൊണ്ട് ഇന്നും ആ പ്രാർത്ഥനാ ജീവിതത്തെ അവൻ തിരിച്ചറിയുന്ന, അല്ലെങ്കിൽ ദൈവത്തോട് അവൻ്റെ ആവശ്യങ്ങളെ പങ്കുവെക്കുന്ന സ്വഭാവം പറഞ്ഞു കൊടുക്കാനില്ല. അപ്പം എൻ്റെ മാതാവ് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു, എൻ്റെ പ്രാർത്ഥനാ ജീവിതം എൻ്റെ മക്കളെയും ഇൻഫ്ലുവൻസ് ചെയ്യണം. എന്ത് ചെയ്യുന്നു? ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന. രണ്ടാമത് കർത്താവ് പഠിപ്പിച്ചുള്ള അനേക കാര്യങ്ങൾ പറയുന്നത്, ഒരു കാര്യം മാത്രം വളരെ വേഗത്തിൽ എൻ്റെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് പഠിപ്പിച്ചപ്പോൾ പറയുന്നത്, സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ. അടുത്തത് പറയുന്നത് എന്താണ്? നിന്റെ രാജ്യം വരണമേ. അവിടെ ബ്രാക്കറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷ് ബൈബിളിൽ നിന്റെ രാജ്യം വരണമേ എന്ന് മാത്രം. പക്ഷെ മലയാളത്തില് നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരു ലക്ഷ്യമുണ്ട്. കർത്താവിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്താണ്? കർത്താവ് പഠിപ്പിക്കുകയാണ്, നമുക്ക് ഈ ഭൂമിയിൽ സമ്പത്തുണ്ടാകണമെന്നല്ല, ഈ ഭൂമിയിൽ ഉന്നത രീതിയിൽ എത്തണമെന്നല്ല. നമ്മുടെ പ്രാർത്ഥനയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ആകത്തുക എന്ന് പറയുന്നത് അതിന്റെ 13-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്, എങ്കിൽ സ്വർഗ്ഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം ഒരു ആ പ്രാർത്ഥനയുടെ കാതലായ ആവശ്യമല്ല, സ്പിരിച്വൽ ബ്ലെസ്സിംഗ്, ആത്മീയ അനുഗ്രഹം.
അപ്പോസ്തലനായ പൗലോസിന്റെ പ്രാർത്ഥനകൾ നമുക്ക് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും കാണാൻ സാധിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയുടെ വിഷയം എന്താ? സ്പിരിച്വൽ. എപ്പഫ്രാസിന്റെ പ്രാർത്ഥനയെ തീത്തോസിൽ നമുക്ക് കാണുന്നുണ്ട്. സഭയുടെ ആത്മീക അനുഗ്രഹമാണ് ആ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്. ഇവിടെ കർത്താവ് പഠിപ്പിച്ചപ്പോഴും പറയുന്നതാണ്, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിന്റെ ഇഷ്ടം ഭൂമിയിലുമാകണം. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പേ. അപ്പൊ ദൈവത്തിന്റെ ആ ഇഷ്ടം എന്താണ്, ദൈവം എന്താണ്? 4-ാം അധ്യായത്തിൽ അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ എടുത്ത് വായിക്കാൻ നമുക്ക് സമയമില്ല. അവിടെ പറയുന്നു, യൂണിറ്റിയിൽ നടക്കുക. ദൈവത്തിൽ നിന്ന് നമുക്കുള്ള ദൈവത്തിന്റെ ഇഷ്ടം, ദൈവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം എന്താണ്? നാം ഒന്നായിരിക്കുന്നത് പോലെ, ഞാൻ പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നാം നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കുക. ആ യൂണിറ്റി ദൈവത്തിന്റെ ഇഷ്ടമാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സഭയിൽ യൂണിറ്റി കൊണ്ടുവരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഞാൻ പറയട്ടെ, പിശാച് ഈ നാളുകളിൽ സ്ഥലം സഭകളെ, ദൈവദാസന്മാരുടെയും യൂണിറ്റി നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അനേകം സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു മീറ്റിംഗിൽ പങ്കെടുത്ത് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. അവിടെ പങ്കെടുത്ത് പോയ ഒരു സഹോദരി വീട്ടിൽ പോയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, തന്റെ ഭർത്താവിനെ ഒറ്റപ്പെടുത്തുന്ന വാക്കുകളാണ് അതിൽ ചില വ്യക്തികൾ പറഞ്ഞത്. യൂണിറ്റി നഷ്ടപ്പെട്ട അവസരത്തിൽ ആ സഹോദരി പറഞ്ഞു, കരഞ്ഞുകൊണ്ട് ആ സഹോദരി പറയുകയാണ്, ഇനി എന്നെ ആ മീറ്റിങ്ങിൽ ഞങ്ങളുടെ കുടുംബമായിട്ട് വിളിക്കരുത്, ദയവായി വിളിക്കരുത്. കാരണം എന്താ? നിസാര കാരണം മതി. എന്താ നിസാരമായ കാരണം? ആ സഹോദരന് മുന്നിലിരുത്തി, എന്നെ മുന്നിലിരുത്തിയില്ല. ആ സഹോദരോട് സംസാരിച്ചു, ആ സഹോദരന് കൂടുതൽ അവസരം കൊടുത്തു, ആ സഹോദരന് കൂടുതൽ കൂട്ടായ്മ കിട്ടി. നിസാരപ്പെട്ട കാരണങ്ങളാണ് പലപ്പോഴും യൂണിറ്റിയെ തകർത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഐക്യതയാണ്. ഐക്യതയിൽ മുന്നേറണം. രണ്ടാമത് പറയുന്നത്, അതേ ലേഖനം അടുത്ത 4-ാം അധ്യായം 2-ാം ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, വാക്ക് ഇൻ ഹോളിനെസ്, വിശുദ്ധിയിൽ നടക്കുക. വിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവൻ വിശുദ്ധനാകും, നമ്മളും വിശുദ്ധരായി. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ അശുദ്ധി പറഞ്ഞിരിക്കുക. പിതാവ് കാണുന്ന അശുദ്ധമായ കാര്യങ്ങൾ, മാതാവ് കാണുന്ന അശുദ്ധമായ കാര്യങ്ങൾ, മക്കൾ കാണുന്ന അശുദ്ധമായ കാര്യങ്ങൾ, അശുദ്ധി നമ്മുടെ കുടുംബങ്ങളെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സൺഡേ സ്കൂൾ ആനിവേഴ്സറിക്ക് പോയപ്പോൾ സഭയുടെ പ്രായമായ ഒരു എൽഡർ എന്നോട് പറഞ്ഞു, അടുത്ത തലമുറയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് പാപത്തെക്കുറിച്ച് ബോധമില്ല. പാപത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത തലമുറയാണ്. അവർ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, പക്ഷെ പാപത്തെക്കുറിച്ച് എന്തില്ല. വിശുദ്ധി ദൈവം ആഗ്രഹിക്കുന്നതാണ്. പിതാവിന്റെ ഇഷ്ടം നാം വിശുദ്ധിയിൽ ജീവിക്കണം. മൂന്നാമത്, എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്നേഹം. കർത്താവിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ് സ്നേഹം, അല്ലേ? ദൈവം സ്നേഹമാകും. സ്നേഹത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം. സ്നേഹം സകലവും ക്ഷമിക്കുന്നു, സഹിക്കുന്നു. ലേഖനത്തിൽ നിരവധി കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. പിതാവിന്റെ ഇഷ്ടം, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ കുടുംബത്തെ അവിടെ മാതൃ കാണിക്കുന്നുണ്ട്. ക്രിസ്തു നമ്മളെ സ്നേഹിച്ചതുപോലെ ത്യാഗപരമായ സ്നേഹം, സഹിക്കുന്ന പൊറുക്കുന്ന സ്നേഹം, നിബന്ധനയില്ലാത്ത സ്നേഹം നമ്മുടെ സഭകളിൽ ഉണ്ടായെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായെങ്കിൽ, അത് അടുത്ത തലമുറയ്ക്ക് അടുത്തായി മാറും, പ്രചോദനമായി മാറും. നാലാമത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ ദൈവത്തെ അനുകരിപ്പേ. ദൈവവും വെളിച്ചമാണ്. വെളിച്ചത്തിൽ നമ്മൾ ചെയ്യുന്ന സുവിശേഷ മാനസംഘത്തിന്റെ ഓരോ സംഘാടകരോടും പ്രവർത്തകരോടും നാം സഭയുടെ ലീഡേഴ്സായി നിൽക്കുന്നവരാണ്. സുവിശേഷത്തിന് വേണ്ടി മുന്നിൽ നിൽക്കുന്നവരാണ്. നമ്മിൽ ഇരുട്ടിന്റെ പ്രവൃത്തി കാണുവാൻ പാടില്ല, വെളിച്ചത്തിലുള്ളവരായി തീരണം. കാരണം നാം വെളിച്ചത്തിന്റെ മക്കൾ. നിന്റെ ഇഷ്ടം ഇവിടെ ചെയ്യണം. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന. അങ്ങനെയെങ്കിൽ ആ ഇഷ്ടം എന്താണ്? ഞാൻ യൂണിറ്റിയിൽ നടക്കണം, ഞാൻ വിശുദ്ധിയിൽ നടക്കണം, ഞാൻ സ്നേഹത്തിൽ നടക്കണം, ഞാൻ വെളിച്ചത്തിൽ നടക്കണം. ഈ പ്രാർത്ഥന നമ്മുടെ ഈ പ്രാർത്ഥനയായി തീരട്ടെ. നമ്മൾ മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രാർത്ഥന ജീവിതം നയിക്കുന്നവരായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം
അവൻ്റെ ഇഷ്ടം ഭൂമിയിൽ നിറവേറട്ടെ എന്നായിരിക്കട്ടെ. കർത്താവിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.